Hello everyone, welcome to Vaishna's Career Hub. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് IT ലോകത്ത് വളരെ ഡിമാൻഡുള്ള ഒരു ടെക്നോളജിയെ കുറിച്ചാണ്, SAP യെ കുറിച്ചാണ്. SAP എന്താണ്? അതിന്റെ പ്രാധാന്യം എന്താണ്? ഇതിൽ ജോലികൾ എങ്ങനെ ലഭിക്കും? ഭാവിയിൽ ഇതിന് വളർച്ചയുണ്ടോ? ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ഉത്തരം കിട്ടും. ഓക്കെ, സോ നമ്മൾക്ക് എന്താണ് SAP എന്നതിനെ കുറിച്ച് സംസാരിക്കാം. SAP എന്നത് സിസ്റ്റംസ്, ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. അതാണ് ഇതിന്റെ ഫുൾ ഫോം. ഇത് ജർമ്മനിയിൽ നിന്നുള്ള ഒരു ERP സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ERP എന്ന് വെച്ചാൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. സിംപിളായി പറഞ്ഞാൽ ഒരു വലിയ കമ്പനി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അതായത് അക്കൗണ്ട്സ്, HR, സെയിൽസ്, പ്രൊഡക്ഷൻ, ഇൻവെന്ററി, കസ്റ്റമർ സർവീസ്, ഇതൊക്കെ ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലൂടെ നിയന്ത്രിക്കാനാണ് SAP ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ടാറ്റ, ഇൻഫോസിസ്, റിലയൻസ്, അതുപോലെ IT കമ്പനികൾ, ബാങ്ക്സ്, ഇവയെല്ലാം ഉപയോഗിക്കുന്നത് SAP ആണ്. ഇത് ഉപയോഗിക്കുന്നത് കമ്പനി പ്രവർത്തനം എളുപ്പമാക്കാനും മിസ്റ്റേക്സ് കുറയ്ക്കാനും എഫിഷ്യൻസി കൂട്ടാനുമാണ്. SAPയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഒരു കമ്പനി ഒരു ഓർഡർ സ്വീകരിച്ചാൽ SAP ആ ഓർഡർ ഓട്ടോമാറ്റിക്കായി ഫിനാൻസ്, സ്റ്റോക്ക്, പ്രൊഡക്ഷൻ, ഡെലിവറി ഇവയെല്ലാം അപ്ഡേറ്റ് ചെയ്യും. ഇത് മാനുവൽ പിശകുകൾ കുറയ്ക്കാനും സമയം ലാഭിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ വലിയ കമ്പനികളിലും SAP ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SAP പ്രൊഫഷണൽസിന് ലോകമെമ്പാടും വലിയ ഡിമാൻഡ് ഉണ്ട്. ഇനി നമ്മൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. SAP എന്നത് വളരെ വലിയ എക്കോസിസ്റ്റം ആണ്. ഇതിൽ നിരവധി മൊഡ്യൂൾസ് ഉണ്ട്. ചില പ്രധാന SAP മൊഡ്യൂൾസ് എന്താണെന്ന് നോക്കാം. SAP FICO, SAP MM, SAP SD, SAP HR, HCM, SAP ABAP, SAP BASIS, SAP S/4HANA. ഇതൊക്കെ ചില പ്രധാന SAP മൊഡ്യൂൾസ് ആണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് മൊഡ്യൂൾ തിരഞ്ഞെടുക്കാം. കൊമേഴ്സ്, ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് SAP FICO, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് SAP MM അല്ലെങ്കിൽ PP, കോഡിംഗ് ഇഷ്ടമുള്ളവർക്ക് SAP ABAP. അതുപോലെ ജോലി പൊസിഷൻസ് എന്തൊക്കെയാണ് കിട്ടാൻ നോക്കാം. SAP കൺസൾട്ടന്റ്, SAP ഡെവലപ്പർ, SAP ഫങ്ഷണൽ എക്സ്പേർട്ട്, SAP സപ്പോർട്ട് എഞ്ചിനീയർ. സാലറി പേയ്മെന്റ് നിങ്ങളുടെ കമ്പനി, അതുപോലെ എക്സ്പീരിയൻസ്, മൊഡ്യൂൾ എന്നിവയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്ത്യയിൽ 25,000 മുതൽ 50,000 വരെ മന്ത്ലി സാലറി ലഭിക്കാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 lakh മുതൽ 3 lakhs വരെ, അല്ലെങ്കിൽ അതിൽക്കു മേലെ നിങ്ങൾക്ക് സാലറി ലഭിക്കാം. ഇനി അടുത്തതായിട്ടൊരു ചോദ്യം, ഇതിന് ഭാവിയിൽ സാധ്യതയുണ്ടോ? തീർച്ചയായും. SAP ഇപ്പോൾ ക്ലൗഡ്, AI, മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ എന്നിവയുമായി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പുതിയ ജനറേഷൻ സോഫ്റ്റ്വെയർ ആയ SAP S/4HANAയിലേക്കാണ് മാറുന്നത്. പല കമ്പനികളും അവരുടെ പഴയ സിസ്റ്റങ്ങൾ SAP HANAയിലേക്ക് മാറ്റുകയാണ്. അതിനാൽ മൈഗ്രേഷൻ പ്രൊജക്ട്സും SAP ക്ലൗഡ് എക്സ്പേർട്സിനും വൻ ഡിമാൻഡാണുള്ളത്. അടുത്ത 10 വർഷത്തേക്കെങ്കിലും SAP കരിയർ വളരെ സേഫും വളരെ പ്രോഫിറ്റബിളും ആയിരിക്കും. ഫ്രണ്ട്സ്, SAP എന്നത് ഒരു സാധാരണ സോഫ്റ്റ്വെയർ അല്ല. അതൊരു ഗ്ലോബൽ ബിസിനസ് സിസ്റ്റം ആണ്. IT ലോകത്ത് സ്ഥിരമായ കരിയർ നൽകുന്ന ഒരു വഴിയാണ്. നിങ്ങൾക്ക് അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ താല്പര്യമുണ്ടെങ്കിൽ SAP ട്രെയിനിങ് എടുത്ത് നിങ്ങൾക്ക് മികച്ച കരിയർ തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വൈഷ്ണ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.